പഠനരീതിയിൽ സമഗ്രമാറ്റത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. സംസ്ഥാനത്തെ 12,930 സ്കൂളുകളിലായി 2.5 ലക്ഷം കുരുന്നുകളാണ് ഒന്നാം ക്ലാസ്സിലെത്തിയത്. വർണ്ണാഭമായിരുന്നു ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം. കഴിഞ്ഞ കാലത്തെ ആശങ്കകളും നൊമ്പരങ്ങളും മറന്ന് കൂട്ടുകാരെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. കളറായി കുഞ്ഞുങ്ങൾ അങ്ങനെ തിരികെ സ്കൂളിലേക്ക്. ഒന്നെന്ന് ചൊല്ലി ഓടിട്ട വീടിൽ ഒന്നിച്ചിരുന്നു കളിക്കാലോ. ബാഗും ബുക്കും കുടയുമൊക്കെയായാണ് കുരുന്നുകൾ ആദ്യ ദിനം സ്കൂളിലെത്തിയത്. ചിലർ ചെറുപുഞ്ചിരിയോടെ, ചിലർ യൂണിഫോം ധരിച്ച്, മറ്റു ചിലരാകട്ടെ അച്ഛനമ്മമാരെ പിരിയുന്ന സങ്കടക്കരച്ചിലും. പ്രവേശനോത്സവത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം ആറ്റിങ്ങൽ കവലയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 57 കുട്ടികളും ഇന്ന് വിവിധ സ്കൂളുകളിൽ പ്രവേശനം നേടി. എറണാകുളം ജില്ലാതല പ്രവേശനോത്സവ ഉദ്ഘാടനം കടങ്ങല്ലൂർ ഗവൺമെന്റ് വെസ്റ്റ് ഹൈസ്കൂളിൽ മന്ത്രി P രാജീവ് നിർവഹിച്ചു. തൃശൂർ ജില്ലാ പ്രവേശനോത്സവം GVHSS പുത്തൂരിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം നീണ്ടൂർ SKVHSS സ്കൂളിൽ മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഇടുക്കി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിൽ കോഴിക്കോട് ജില്ലയിൽ 6000-ഓളം വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. ജില്ലാതല ഉദ്ഘാടനം ആഘോഷമാക്കി പെരിങ്ങളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഉമ്മിണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. കണ്ണൂർ അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മധുരവും സമ്മാനങ്ങളും നൽകിയാണ് അധ്യാപകർ കുട്ടികളെ സ്കൂളുകളിലേക്ക് വരവേറ്റത്. UP വിഭാഗത്തിൽ 200, ഹൈസ്കൂളിൽ 204, LPയിൽ 198 അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കിയാണ് ഈ വർഷത്തെ സ്കൂൾ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കിയത്. നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.